ജോലി ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ ചേച്ചി കുറെ ചെയ്തിട്ടുണ്ടല്ലോ റിയൽ എസ്റ്റേറ്റിന്റെ എന്താ കുക്കറി വെയറോ അല്ല, ടപ്പർ വെയർ. ടപ്പർ വെയറിന്റെ അത് നല്ലതാണ് കേട്ടോ. അതൊക്കെ ചേച്ചി എപ്പോഴും ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണോ? ഭയങ്കരമായിട്ട് ബിസി ആവുന്നതിന് മുന്നെയാണ്, തുടങ്ങിയ കാലഘട്ടത്തിൽ ഈവന്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മുടെ കോർപ്പറേഷന് വേണ്ടിയിട്ടും ടൂറിസത്തിന് വേണ്ടിയിട്ടും ഓരോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ട് അത് ഞാൻ ആദ്യമായിട്ട് ചെയ്തതാ. രണ്ടും ഭയങ്കര സക്സസ് ആയിരുന്നു. അതൊക്കെ ചെയ്തത് അതോ കൂടെ ഇല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവരിവിടെ ഉള്ളതല്ല, അവര് കണ്ണൂരുള്ളതായിരുന്നു. അപ്പൊ അവർക്ക് നമ്മള് ഇതെല്ലാം ഞാൻ വെച്ചാൽ ഈ കുറച്ച് ഇതുമായിട്ട് ബന്ധമുണ്ടല്ലോ, ക്ലാസിക്കൽ ഡാൻസറൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ടൂറിസം എന്നൊക്കെ പറയുമ്പോൾ കലാപരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ അവിടെ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ നാടൻ കലകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ കൂടുതലുണ്ട്. ഭരതനാട്യം, പിന്നെ അല്ലെങ്കിൽ എന്താ പറയാ, മോഹിനിയാട്ടം, കളരിപ്പയറ്റ്, ഓട്ടംതുള്ളൽ, പിന്നെ ഇത് തെയ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അതില്. കണ്ണൂരിൽ നിന്ന് തെയ്യമൊക്കെ കൊണ്ടുവന്നു, കാരണം അവര് കണ്ണൂരായതുകൊണ്ട് അവിടുന്ന് തെയ്യം, കാരണം ഇവിടുന്ന് തെയ്യം, കഥകളി, കളരിപ്പയറ്റ്, പിന്നെ കുറച്ച് ഈ മറ്റേ എന്താ പറയാ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, കുറെ നാടൻ പാട്ട്, പുള്ളുവൻ പാട്ട്, അങ്ങനത്തെ നമ്മുടെ നാടനായിട്ടുള്ള ശരിക്കും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ ചെയ്തു. എന്താ ചേച്ചി അതൊക്കെ നിർത്തിയത്? അല്ല, അത് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അഭിനയിക്കാനായിട്ടൊക്കെ കൂടി അഭിനയിക്കാനായിട്ടൊക്കെ വിളിച്ചത്. സിനിമയിലൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചു. എനിക്ക് ഇഷ്ടമായിരുന്നു അത് ചെയ്യാൻ, പക്ഷെ നമ്മൾ പിന്നെ ഇതിലങ്ങ് തിരക്കായി. പിന്നെ അവരോട് ചെയ്യാൻ പറഞ്ഞു, അവരിപ്പോഴും ചെയ്യേണ്ടത്. പക്ഷെ അവര് ആ പുള്ളിക്കാരൻ ഇപ്പോഴും ചെയ്യേണ്ടത്. ഇത്രയും തിരക്കായിട്ടൊന്നല്ല, ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ ഡാൻസ് ക്ലാസ് ഒക്കെ കിട്ടും അവര്. ഞാൻ ക്ലാസ് ഒക്കെ ഇതിനൊപ്പം പ്ലാൻ ചെയ്തതായിരുന്നു, പക്ഷെ അവരെൻ്റെ അത് ക്ലാസ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. അവരും അങ്ങനെ പോകുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ പല രീതിയിലുള്ള ചെയ്തു എന്ന് പറഞ്ഞല്ലോ, റിയൽ എസ്റ്റേറ്റും മറ്റേ എന്താ ടപ്പർവെയറിൻ്റെ കാര്യങ്ങളും, ഇതെല്ലാം പലതും ചേച്ചി ചെയ്തു എന്ന് പറഞ്ഞു. ഇതിലൊക്കെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇൻട്രസ്റ്റിംഗ്, നല്ല ചുടിച്ചടിയായിട്ട് ഇൻട്രസ്റ്റിങ്ങോടെ ചെയ്തതിൽ ഏത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു? ഈ സ്ഥലക്കച്ചവടം അത്ര ഈസിയാണോ ചേച്ചി? സ്ഥലക്കച്ചവടം അങ്ങനെയൊന്നുമല്ല, കൺസൾട്ടൻ്റായിട്ടാണ് കൂടുതൽ നിൽക്കണേ ഞാൻ. ഇപ്പോൾ ഒരു സ്ഥലം ആരെങ്കിലും കാണിച്ചാൽ അത് പോയി, എൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഓട്ടോ പയ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ഷൂട്ടിങ്ങിലൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അവർ ആൾ വരുമ്പോൾ ഞാൻ പറയും ഇന്ന ഒരാൾ വരും, അവരെ കൊണ്ട് ആ സ്ഥലം കാണിച്ചേക്കണം, അവർ കൊണ്ടേ കാണിക്കും. അങ്ങനെയൊക്കെ. എനിക്കെപ്പോഴും പോകാൻ പറ്റില്ലല്ലോ, ഇവരെ കാണിച്ചു വെക്കുമ്പോൾ അവർ കൊണ്ടേ കാണിക്കും. പിന്നെ അത് ഉറപ്പിക്കാനാണെങ്കിൽ അങ്ങനെ നടക്കും. അങ്ങനെ ഞാൻ കണ്ട സ്ഥലമാണ് ഞാൻ പിന്നെ മേടിച്ചത്. ചേച്ചി വാങ്ങിയ ആ വീട് വെച്ച സ്ഥലം. അതല്ലേ ഞങ്ങളന്ന് വന്നേ അവിടെ. ഓക്കെ. അപ്പൊ ആ സമയത്ത് ചേച്ചി ഒരേ സമയത്ത് 9 സീരിയലുകളൊക്കെ അഭിനയിച്ചിട്ടാണ് വീട് വെച്ചത്. അതിൽ ഒരു സീരിയലിൽ ചേച്ചി അഭിനയിച്ചപ്പോ എന്തോ ഐസിൽ എന്തോ കിടന്നിട്ട് അഭിനയിച്ചു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അത് മറ്റേ AR പ്രൊഡക്ഷൻസിന്റെ ഒരു സീരിയല്. അതിനകത്ത് ഐസിന്റെ പുറത്തൊക്കെ കിടന്നിട്ട്, അന്നൊക്കെ ചെറുപ്പാണ്, ഇന്നാണെ പറ്റില്ല, ചത്തുവും. എന്നാൽ അത് ചേച്ചിക്ക് ഇതെങ്ങനെ ഞാൻ ഐസിന്റെ മേളിലൊക്കെ കിടക്കും, അതൊക്കെ അന്നൊരു ത്രില്ലായിരുന്നു. പക്ഷെ എനിക്ക് ആ ഐസ് ഇങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു, ഐസിന്റെ മുകളിൽ കിടത്തിയിട്ടാണ് എന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കണതൊക്കെയാണേ. അപ്പൊ അതിന്റെ മുഖത്ത് കാണും. അപ്പൊ എനിക്ക് ഐസിന്റെ പുറത്തൊന്ന് കിടക്കണം എന്നായിരുന്നു, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അന്നൊക്കെ നല്ല രസമല്ലേ, നമ്മളിങ്ങനെ ഓടി നടന്ന് അഭിനയിക്കണു. ഒരു ദിവസം ഇന്ന് ഒരു ദിവസം തന്നെ 2-3 ക്യാരക്ടറല്ലേ ചെയ്യണേ. ഒരു ദിവസം തന്നെ 3 സ്ഥലത്ത് ലൊക്കേഷൻ ഉണ്ടാവും. ലൊക്കേഷൻ എന്ന് വെച്ച് 3 സീരിയലിന്റെ ഷൂട്ടിംഗ്. അപ്പോൾ നമ്മൾ 3 ക്യാരക്ടറായിട്ട് ഓടി. അപ്പോൾ ആ ഒരു ഇതില് ഭയങ്കര ഒരു എൻജോയ് ചെയ്ത് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഒരു കാലഘട്ടമൊക്കെ എനിക്ക് തിരിച്ചു കിട്ടാൻ പാടാ, അങ്ങനെ ഓടിയിടന്ന് അഭിനയിക്കാനേ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചേച്ചിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് സീരിയലുകളിലും സിനിമകളിലുമെല്ലാം. അപ്പോൾ ചേച്ചിയുടെ ഒരു യങ് ഏജ്, കുട്ടികളായി ആ ഒരു പ്രായത്തിലേക്കൊക്കെ ചേച്ചി ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് അല്ലേ? അപ്പോൾ ഒരുപക്ഷെ എപ്പോഴെങ്കിലും ചേച്ചി ഇത്രയും വലുതായി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് തോന്നുന്നുണ്ട്, അയ്യോ ഞാൻ എൻ്റെ കുട്ടികളെ വേണ്ട പോലെ ടേക്ക് കെയർ ചെയ്തില്ല, ഞാൻ അവരെ മിസ് ചെയ്തു, അവരെ സ്കൂളിൽ പറഞ്ഞയക്കുക, അവരെ വളർത്തുന്ന ആ ഒരു പീരീഡ് ശരിക്കും മിസ്? അത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. കാരണം പക്ഷേ ഇളയ കുട്ടി 2-ലായപ്പോഴാണ് ഞാൻ ഇങ്ങനെ
ഫീൽഡിലേക്ക് ഇറങ്ങണേ. എന്നാലും അവർ കുറച്ച് മുതിർന്ന അവരെ കുഞ്ഞു പ്രായമൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇളകുട്ടി 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്ത്, സീരിയലല്ല, ആ സമയത്തൊന്നും സീരിയലിലും സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. നാടകത്തിലാണെങ്കിലും ബാലയിലാണെങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഏത് ഇയറിലാണ് അഗ്നിസാക്ഷി? 89 90 എന്നാലും 26 വർഷമായല്ലോ. 26 വർഷം ബാക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഇയറോട്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അഗ്നിസാക്ഷി ചെയ്തിട്ടും 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരെണ്ണത്തിൽ അഭിനയിക്കണത്. അതുവരെ ഞാൻ പിന്നെ അഗ്നിസാക്ഷിക്ക് ശേഷമാണ് നാടകത്തിൽ അഭിനയിച്ചത്. പിന്നെ നാടകത്തിൽ എന്ന് വെച്ചാൽ അറിയാലോ, നമ്മളിപ്പോൾ ചിലപ്പോൾ ദൂരാണെങ്കിൽ നമ്മൾ രാവിലെ പോകേണ്ടി വരും. ഇപ്പോൾ കുറച്ച് അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി. ഏറ്റവും അടുത്താണെങ്കിൽ നമ്മൾ വൈകിട്ട് പോയാൽ മതി, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ നാടകം. വർഷത്തിലൊരു 100 150 ഒക്കെ ഉണ്ടാവുള്ളൂ. 200 ചെയ്ത നാടകമുണ്ട്. ആകെ 2-3 ചെയ്തുള്ളൂ. അപ്പോൾ 2-3 വർഷം ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ പോയപ്പോഴൊക്കെ കുട്ടികൾ ചെറുതായിരുന്നു, കുറച്ച് ചെറുതായിരുന്നു. എന്നാലും വീട്ടിലുണ്ടല്ലോ നമ്മൾ, ഫുൾ ടൈം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ആ ചെറുപ്പകാലമൊക്കെ ചേച്ചി കൂടെ ഉണ്ടായിട്ടുണ്ട്. അതും ഈ അഗ്നിസാക്ഷിക്ക് ശേഷമാണ്. ഓക്കെ. പിന്നെ അവരുടെ ഒരു വലിയ കാലഘട്ടത്തിലാണ് അവരൊന്ന് കുറച്ച് മുതിർന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നില്ല. അവരടുത്തിരുത്തി പഠിപ്പിക്കണം. പക്ഷെ അവരത് മാനേജ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിലൊക്കെ. പിന്നെ അവർ വലിയ ട്യൂഷനൊന്നും പോയിട്ടൊന്നുമില്ല. ട്യൂഷനൊക്കെ പോയത് 10ാം ക്ലാസ് തൊട്ടാണ്. അതും ആ ഒരു ഇയറേ പോയിട്ടുള്ളൂ. അവർ തന്നെ പഠിക്കുമായിരുന്നു. അവരവരുടെ അമ്മയുടെ തിരക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ അടുത്തിരിക്കുമ്പോൾ ഞാൻ വീട്ടിലുള്ള ദിവസം പഠിപ്പിക്കും ഇരുത്തി, അല്ലാത്ത ദിവസം അവർ തന്നെ അത് മാനേജ് ചെയ്യുമായിരുന്നു. ഓക്കെ. നിഷ് ചേച്ചിയുടെ ഇനിയുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? വലിയൊരു സ്വപ്നം ചേച്ചി നേടിയെടുത്തു, വീട്. ഇനി വേണ്ട വലിയൊരു സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയല്ല, മനസമാധാനത്തോടെ ജീവിക്കണം, അത്രേ ഉള്ളൂ. ആരോഗ്യത്തോടെ, മനസമാധാനത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് വീട്ടിൽ, നമ്മളെ സ്വന്തം വീട്ടിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ ലൈഫിലെ ഏറ്റവും സക്സസ് എന്ന് പറയുന്നത്.